ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 28 മെയ് 28 ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് നമ്മൾ ഒരു പ്രത്യേക ഒരുക്കം നടത്തുകയാണ്. ഇന്ന് മുതൽ 3 ദിവസം കഴിഞ്ഞാൽ ഇന്ന് 28, 29, 30 ഈ 3 ദിവസം നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നത് എന്തിനാണെന്നോ? മെയ് 31 മെയ് 31 കുറേ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ആദ്യം ഒരു പ്രത്യേകത ഉള്ളത്, ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്, ഹോളി ട്രിനിറ്റി. നമുക്കറിയാം, പെന്തക്കുസ്ത ഞായർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക. അതാണ് നമ്മുടെ ദൈവം, ഏകദൈവം, ത്രിത്വേക ദൈവം. അപ്പോൾ അതിന് ഒരുക്കമായി 3 ദിവസം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുക്കും. രണ്ടാമത് ഒരു പ്രത്യേകതയാണ് മാതാവിൻ്റെ സന്ദർശന തിരുനാളാണ്. എലിസബത്തിനെ, എലിശമ്മയെ സന്ദർശിക്കുന്ന ഒരു തിരുനാൾ. മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് ഹംഗറിയിലെ പ്രവാചികയായ സിസ്റ്റർ നത്താലിയായിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, എൻ്റെ അമ്മയെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന നിലയിൽ നിങ്ങൾ വണങ്ങണം. കാരണം ഞാൻ ഭൂലോകത്തിൻ്റെ രാജാവാണ്. എൻ്റെ അമ്മ ഭൂലോകത്തിൻ്റെയും രാജ്ഞിയാണെന്ന്. അങ്ങനെ സിസ്റ്റർ നത്താലിയായെ, ഹംഗറിയിലെ പ്രവാചികയെ കർത്താവ് തിരഞ്ഞെടുത്തത് തന്നെ പരിശുദ്ധ അമ്മ ഈ പേരിൽ വണങ്ങപ്പെടണം എന്നതിന് വേണ്ടിയാണ്. ഈ തിരുനാൾ പിന്നീട് പിയൂസ് 12 മാർപ്പാപ്പ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മെയ് 31 ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മ വണങ്ങപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 പിയൂസ് മാർപ്പാപ്പ സിസ്റ്റർ നത്താലിയായുടെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1954 ഈ പേര് അംഗീകരിച്ച് മെയ് 31 മാതാവിൻ്റെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന നാമ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. പരിശുദ്ധ അമ്മ സിസ്റ്റർ നത്താലിയായ്ക്ക് കൊടുത്ത ഒരു ദർശനമാണ്. ഒരു സിംഹാസനത്തിൽ പരിശുദ്ധ അമ്മ രാജ്ഞിയായി ഇരിക്കുന്നു. രാജകീയമായി മേലങ്കി ധരിച്ചിരുന്നു, കിരീടം അണിഞ്ഞിരുന്നു. 3 ഭാഗങ്ങളുള്ള ഈ കിരീടത്തിന് ത്രിത്വവുമായി ഒരു സവിശേഷ ബന്ധമുണ്ടായിരുന്നെന്ന്. കാരണം ഒരേ സമയം തന്നെ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ പുത്രിയും അവിടുത്തെ മണവാട്ടിയും അവിടുത്തെ മാതാവുമാണ്. അപ്പോൾ ഇന്ന് ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറിയത്തിൻ്റെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന തിരുനാളും കണക്റ്റഡാണ്. അമ്മയുടെ ശിരസിലുള്ള കിരീടം ത്രിത്വത്തിൻ്റെ ബന്ധമുള്ള കിരീടമാണ്. കന്യകാമറിയം രാജ്ഞിയുടെ പദവിയിൽ ഒരു കയ്യിൽ ചെങ്കോലും മറ്റേ കയ്യിൽ ഒരു ഭൂഗോളവും പിടിച്ചിരുന്നു. ഭൂഗോളത്തിൽ ഉണ്ണീശോ രാജകീയ പ്രൗഢിയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഉണ്ണീശോയുടെ ശിരസിലും ഒരു കിരീടമുണ്ടായിരുന്നു. അത് മറിയത്തിൻ്റേത് പോലെയാണെങ്കിലും കിരീടം ചെറുതായിരുന്നു. ഉണ്ണീശോയുടെ കയ്യിൽ, ഇടത്ത് കയ്യിൽ ഒരു ചെറിയ കുരിശുണ്ടായിരുന്നു. അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. വലത്ത് കയ്യിൽ ഒരു ചെങ്കോലും. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എണ്ണമറ്റാത്ത മാലാഖമാരും വിസ്മയനീയമായൊരു സംഗീതവും ഉണ്ടായിരുന്നു. ഇതാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയുടെ പിക്ചർ. പിയൂസ് 12 മാർപ്പാപ്പയുടെ കാലത്ത് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുമെന്ന് സിസ്റ്റർക്ക് സന്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീടിത് പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷേ ഇത് കൂടുതലായി പ്രചരിപ്പിക്കാൻ ഈശോ തിരഞ്ഞെടുക്കുന്ന പുരോഹിതർ
വളരെ സഹിക്കേണ്ടി വരുമെന്നും അവഹേളിക്കപ്പെടുമെന്നൊക്കെ അവിടുന്ന് മുന്നേ അറിയിച്ചിരുന്നു. പക്ഷേ ആ പുരോഹിതർക്കൊക്കെ ഈശോയുടെ സഹായം ഉണ്ടാകും എന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഈശോ അവിടുത്തെ വലത്തുകരം അവിടുത്തെ ഹൃദയത്തിന്മേൽ വെച്ചുകൊണ്ട് പിന്നെ അനുഗ്രഹിക്കാനായ കൈ ഉയർത്തി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതരുടെ മേൽ കൃപ നദി പോലെ ഒഴുകുന്നതാണ് കണ്ടത്. ഇതാണ് ചുരുക്കത്തിൽ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന നാമത്തിൽ പരിശുദ്ധ അമ്മ അറിയപ്പെടാനുള്ള കാരണം. അപ്പോൾ മെയ് 31 നമുക്ക് മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്നത് ഓർക്കാം. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന തിരുനാൾ നമ്മുടെ മനസ്സിൽ അമ്മയ്ക്ക് വിഷ് ചെയ്യാം. അമ്മ ഭൂലോകത്തിൻ്റെയും രാജ്ഞിയാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. അതുപോലെ മെയ് 31 വണക്കമാസം കാലം കൂടുന്ന ദിവസമാണ്. അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് മെയ് 31. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങണം. ത്രിത്വത്തിൻ്റെ തിരുനാളിന് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുക? ചെറുതായിട്ട് സിമ്പിളായിട്ട് ഈ 3 ദിവസവും പിതാപുത്ര പവിത്രാത്മനി ആരാധന, പിതാപുത്ര പവിത്രാത്മനി ആരാധന എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് പാടാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും പാടി നടക്കാം. അപ്പോഴും അത് സ്തുതിപ്പാണ്. അതുപോലെ ദൈവസ്തോത്ര ഗീതം പാടാം. ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. ആ പാട്ട് പാടി നമുക്ക് തൃത്വത്തെ ആരാധിക്കാം. യേശയ്യ 6:1-4 വരെയുള്ള വാക്കുകൾ വായിക്കാം. അത് തൃത്വത്തിൻ്റെ ദർശനമാണ്. സ്വർഗത്തിൽ ഒരു വിജയഗീതം വെളിപാട് 19 പറയുന്നുണ്ട്. ഹാലലൂയ 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 ഹാലലൂയ. ഇത് തന്നെയാണ് സ്വർഗത്തിൽ എപ്പോഴുള്ളത്. ദൈവത്തിന് സ്തുതി. അപ്പോൾ നമുക്ക് അങ്ങനെ പാടി സ്തുതിക്കാം. പിന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ലുത്തിനിയ ചൊല്ലാം. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ലുത്തിനിയ ചൊല്ലി നമുക്ക് തൃത്വത്തെ ആരാധിക്കാം. പരിശുദ്ധ ത്രിത്വമേ, അതൊരു പാട്ടുണ്ടല്ലോ. ദൈവപിതാവേ അങ്ങയെ ഞാൻ. ആ പാട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ പാടാം. പരിശുദ്ധ ത്രിത്വമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. അത് ജീവനുമെൻ്റെ അറിയുമല്ലോ നിങ്ങൾക്ക്, അത് പാടാം. പിന്നെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു ചെറിയ ലുത്തിനിയ ഞാനിപ്പോൾ ഇതിൽ വായിച്ചിടാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാം. ഹാലേലൂയ ഹാലേലൂയ എന്നാണ് മറുപടി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. സ്വർഗ്ഗഭൂലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ ജീവനായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ ശക്തിയായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ മുക്തിയായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ മാർഗമായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ ലക്ഷ്യമായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളിൽ ജ്വലിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഞങ്ങളുടെ സർവസ്വവുമായ പരിശുദ്ധ തൃത്വമേ ഹാലേലൂയ. ഇന്നു മുതൽ നമുക്ക് ഒരുക്കം തുടങ്ങാം. സിമ്പിളായിട്ട് ഒരുങ്ങാം. ഈ പാട്ടുകൾ പാടിയും പിന്നെ പറ്റാവുന്നവർക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങനെ മനസ്സിൽ പറഞ്ഞ് 1 മണിക്കൂർ സമയം ചൊല്ലിയാൽ ഏറെ പ്രാവശ്യം ചൊല്ലാൻ പറ്റും. എല്ലാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് ചൊല്ലുക. എന്നിട്ട് നമുക്ക് മെയ് 31 3 ദിവസം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയെ ഓർത്ത് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ച് സന്ദർശന തിരുനാൾ ഓർത്ത് വണക്കമാസം നമുക്ക് കാലം കൂടാം. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ
പരിശുദ്ധമായ ജപമാല ചൊല്ലി കുമ്പസാരിച്ച് ജപമാല ചൊല്ലി 15 മിനിറ്റ് അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ നിയോഗം വയ്ക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ടും ലോകപാപങ്ങൾക്ക് പരിഹാരമായിട്ടും ആണെന്ന്. സിസ്റ്റർ നത്താലിയായെ ഈശോ തിരഞ്ഞെടുത്തത് ഭൂലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സഹനമേറ്റെടുക്കാനാണ് എന്നത് ഓർക്കണം. അപ്പോൾ ആ സിസ്റ്ററിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളെല്ലാം പരിഹാരമായിട്ട് ചെയ്യണമെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് മുതൽ ഒരുങ്ങാം. തൃത്വത്തിൻ്റെ ജപമാലയും പ്രാർത്ഥനകളും ചൊല്ലാം, തൃത്വസ്തുതി ചൊല്ലാം. അങ്ങനെ പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന തിരുനാളിനെ മനസ്സിൽ ധ്യാനിച്ച് പരിഹാരമായി ഒരു ജപമാല ചൊല്ലാം. അതുപോലെ വണക്കമാസം നമുക്ക് ഒരുങ്ങി 31-ാം തീയതി കാലം കൂടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.